കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ മൊഴി നൽകുന്നതുമായി ബന്ധപ്പെട്ട് പി.ടി. തോമസിന് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നെന്ന് ഉമാ തോമസ് എം.എൽ.എ. എന്നാൽ പി.ടി. തോമസ് പിൻവാങ്ങിയില്ല. 3 ദിവസം പി.ടി. തോമസിന്റെ മൊഴിയെടുത്തെന്നും വലിയ സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയതെന്നും ഉമാ തോമസ് കൊച്ചിയിൽ 24-നോട് പറഞ്ഞു. കാണാം ആ വാക്കുകൾ. പി.ടിയുടെ സ്നേഹിതരൊക്കെ തന്നെയാണ് ഒരുപാട് സ്ട്രോങ് ആവണ്ട എന്നുള്ള രീതിയിലുള്ള നിലപാട് പറഞ്ഞിരുന്നു. പക്ഷേ പി.ടി ആകെ അവരോട് പറഞ്ഞ മറുപടിയാണ് ഞാൻ പ്രത്യേകം ഓർക്കുന്നത്. ഞാനൊന്നും കൂട്ടി പറയില്ല, പക്ഷേ കുറച്ച് പറയാനും ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആക്ച്വലായിട്ട് നടന്നത് ഞാൻ അവിടെ അറിയിച്ചിരിക്കും എന്ന് തന്നെ പറഞ്ഞു. ഈ 3 ദിവസം മൊഴിയെടുത്തപ്പോഴും ഒക്കെ അദ്ദേഹത്തിന് വലിയ സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. ചോദ്യം ചെയ്ത രീതിയിലൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് അദ്ദേഹം പറയുകയൊക്കെ ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായിട്ടെല്ലാം തന്നെ അദ്ദേഹത്തിന് അറിയാവുന്നത് പറഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് റാഫി കരീം ചേരുന്നു. റാഫി, അന്ന് തന്നെ ഈ യുവനടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പി.ടി. തോമസ്, അന്ന് അദ്ദേഹം എം.എൽ.എ. ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ സജീവമായൊരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് മേൽ അന്ന് ഈ മൊഴി നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നാണ് ഉമാ തോമസ് എം.എൽ.എ. പറയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, തീർച്ചയായും നടി ആക്രമിക്കപ്പെട്ട കേസിൽ അസാധാരണമായ നിയമ പോരാട്ടം നടക്കുമ്പോൾ ആ നിയമ പോരാട്ടത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് പി.ടി. തോമസ്. ആ നിയമ പോരാട്ടത്തിന്റെ വഴിയിൽ പി.ടി. തോമസിനുണ്ടായ സമ്മർദ്ദമാണ് ഉമാ തോമസ് ഇപ്പോൾ ഓർത്തെടുക്കുന്നതും 24-നോട് പറഞ്ഞതും. ഈ സംഭവം ഉണ്ടായ ദിവസം അന്ന് പി.ടി. തോമസ് വിവരം അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിന്നീട് ആ നിയമ പോരാട്ടത്തിന്റെ ഭാഗമാകുന്നു. ആ നിയമ പോരാട്ടത്തിന് വേണ്ടി പി.ടി. തോമസ് മുന്നിട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്നേഹിതരുടെ ഭാഗത്തു നിന്ന് ആദ്യം സമ്മർദ്ദമുണ്ടാകുന്നത്. ഈ കേസിൽ അധികം സ്ട്രോങ് ആയി മുന്നോട്ട് പോകരുത് എന്ന് സ്നേഹിതർ പറഞ്ഞു എന്നുള്ളതാണ് ഉമാ തോമസ് ഓർത്തെടുത്ത് പറയുന്നത്. അപ്പോൾ അവരോട് പി.ടി. തോമസ് നൽകിയ മറുപടി, ഞാൻ ഒന്നും കൂട്ടി പറയില്ല, ഞാനൊന്നും കുറച്ച് പറയില്ല, പക്ഷേ എനിക്കറിയുന്ന കാര്യങ്ങൾ കൃത്യമായി പറയുമെന്നുള്ളതാണ്. അദ്ദേഹം അത് കൃത്യമായി പറയുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായാണ് 3 ദിവസം അദ്ദേഹത്തിന് മൊഴിയെടുപ്പുണ്ടായത്. ആ 3 ദിവസവും വലിയ സമ്മർദ്ദം പി.ടി. തോമസ് നേരിട്ടിരുന്നു. ഒരു അഭിഭാഷകനായിരുന്നിട്ട് പോലും ചോദ്യം ചെയ്യലുകളിലും ഒപ്പം തന്നെ മൊഴിയെടുക്കലുകളിലും വലിയ സമ്മർദ്ദമാണ് അദ്ദേഹം നേരിട്ടത് എന്നുള്ളത് കൂടി ഉമാ തോമസ് ഓർത്തെടുത്ത് പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഈ വിവരങ്ങൾ പങ്കുവച്ചതിനൊപ്പം തന്നെ ഈ നടിക്ക് വേണ്ട എല്ലാ പിന്തുണയും ഒപ്പം നിന്നു. IG-യെയും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും വിവരം അറിയിച്ചു. അങ്ങനെ എല്ലാവിധ പിന്തുണയും അദ്ദേഹം ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് നേടിക്കൊടുക്കുന്നതിൽ ഒപ്പം ഉണ്ടായിരുന്നുവെന്നും ഉമാ തോമസ് പറയുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത മാസം 8-ാം തീയതി വിധി പറയുമ്പോൾ ആ നടിക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഉമാ തോമസ് 24-നോട് പറഞ്ഞു. ആ നിയമ പോരാട്ടത്തിൽ ആ നടി അനുഭവിച്ച സമ്മർദ്ദങ്ങളെ കുറിച്ചും എല്ലാ വിവരങ്ങളും ഉമാ തോമസിന് അറിയാമെന്നും ആ സമ്മർദ്ദങ്ങൾക്ക് ഒരു പരിഹാരമായ ഒരു നീതിയുള്ള തീരുമാനം കോടതിയുടെ ഭാഗത്തുണ്ടാകുമെന്നാണ്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അന്ന് മൊഴി നൽകുന്നതുമായി ബന്ധപ്പെട്ട് പി.ടി. തോമസ് എം.എൽ.എക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ ഉമാ തോമസ് 24-നോട് പറഞ്ഞു. ആ സമ്മർദ്ദത്തിന് പി.ടി. തോമസ് വഴങ്ങിയില്ല എന്ന കാര്യവും ഉമാ തോമസ് 24-നോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.